ജോ, ഞാൻ അങ്കമാലി നിന്നാണ് വരുന്നത്. ഈ വർഷം മെയ് 19 തീയതിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാനും എൻ്റെ വൈഫും വിദേശത്താണ് കുറച്ച് വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ മകനെ പ്രഗ്നൻ്റായി 7 മാസമായപ്പോൾ ഞാനും എൻ്റെ വൈഫും ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു. അതിനുശേഷം 2021 വൈഫിന് OET പാസ്സായി ന്യൂസിലാൻഡിലേക്ക് പോകാനൊരു അവസരം വന്നു. ഞാനെപ്പോഴും നാട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു. 2 കുട്ടികളുണ്ട്. മൂത്ത ആൾ പെൺകൊച്ചു, രണ്ടാമത്തെ ഒരു ആൺകൊച്ചുമാണ്. അപ്പോൾ അവരെ നോക്കുന്നതിന് കാര്യമായി ബന്ധപ്പെട്ട് ഞാൻ നാട്ടിൽ തന്നെ നിന്നുകൊണ്ടിരുന്നത്. വൈഫ് പോയി 2022 ഒക്ടോബറിൽ ന്യൂസിലാൻഡിലേക്ക് പോയി. ഒരു 6 മാസത്തിന് ശേഷം ഞാനും എൻ്റെ ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്തു. 3 മാസം കഴിഞ്ഞിട്ടും ഫാമിലി വിസയ്ക്ക് ഒരു അപ്ഡേഷന് സംഭവിക്കുന്നില്ല. ഞങ്ങൾ ഇമിഗ്രേഷനെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴും കേസ് വർക്കർ അസൈൻ ചെയ്തിട്ടില്ല, മെയിൽ വഴി അയച്ചാൽ ഇത് തന്നെയാണ് റിപ്ലൈ. ഒരു 3.5 മാസത്തിന് ശേഷം കേസ് വർക്കറെ അസൈൻ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്കൊരു മെയിൽ വന്നു. പക്ഷേ കേസ് വർക്കർ നമ്മളുമായിട്ട് ത്രൂ ആയിട്ട് മെയിൽ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അവർ. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ വിദേശത്തായിരിക്കുമ്പോൾ ഞാൻ PCC സബ്മിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു 9 മാസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. ന്യൂസിലാൻഡിൽ റെസിഡൻസി കൊടുക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, അത് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ അറിയണത് എൻ്റെ 9 മാസം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണെന്ന്. അന്ന് തന്നെ ഞാൻ എൻ്റെ എല്ലാ ലീഗൽ സർട്ടിഫിക്കറ്റും മാറ്റി. സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ് എന്നു വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റും മാറ്റിയിട്ടാണ് എനിക്ക് വിസയ്ക്ക് അപ്ലോഡ് ചെയ്തത്. പക്ഷേ കേസ് വർക്കർക്ക് അതിനുള്ള ക്ലാരിഫിക്കേഷനും കൊടുത്തിട്ടും കേസ് വർക്കർക്ക് അവർക്ക് കൃത്യമായിട്ട് തോന്നണില്ല ഞാൻ തന്നെ ആ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള ആൾ എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവളൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞ് ഒരു മെയിൽ വന്നു. 1 മാസത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ഇങ്ങനെ ന്യൂസിലാൻഡ് PR-ന് വേണ്ടി പ്രോസസ്സിങ്ങിന് കൊടുക്കുമ്പോൾ ഇങ്ങനെ വേണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്തത്. എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടും വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ആകെ ടെൻഷന്, ഡിപ്രഷനായി, എന്താ ചെയ്യേണ്ടേ എന്നുള്ള ഒരു ബുദ്ധിമുട്ടായ സമയത്താണ് ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കാണുന്നത്. അതിനു മുമ്പ് ഞാനിവിടെ ആലപ്പുഴ പോണ സമയത്ത് ഇവിടെ രാവിലെ ഒരു 5 മണിയായപ്പോൾ വന്ന് ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു മെയിൽ വന്നു, നിങ്ങളുടെ ഓൾഡ് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷേ ഓൾഡ് പാസ്പോർട്ട് ഓൾറെഡി വാലിഡിറ്റി കഴിഞ്ഞതുകൊണ്ട്